ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നത് തന്നെ ഒരു ബിരിയാണികളുടെ ഒരു വെറൈറ്റി ഓഫ് ബിരിയാണിയുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൽ ഒരു ഒന്നാമതായിട്ട് നിൽക്കുന്ന ഒരു ബിരിയാണിയാണ് ദൊണ്ണെ ബിരിയാണി. കർണാടകയിലെ ഫേമസ് ബിരിയാണിയാണ്. എന്തുകൊണ്ടാണ് ഇത് ദൊണ്ണെ എന്ന് പറയുന്നത്? അത് പാക്ക് ചെയ്യുന്ന, അവർ സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റ്, അത് ഡ്രൈഡ് ആയിട്ടുള്ള വാഴയില അല്ലെങ്കിൽ ഈന്തപ്പനയുടെ ഇല വെച്ചിട്ടാണ്. അപ്പോൾ ആ ഇലയിൽ തരുന്നതിനാണ്, ആ ബൗളിലാണ് അവർ പറയുന്നത്, ബോളില്ല, തരുന്നൊരു പ്ലേറ്റിനാണ് അവർ പറയുന്നത് ദൊണ്ണയെന്ന്. അപ്പോൾ അതിൽ തരുന്നതുകൊണ്ടാണ് ദൊണ്ണെ ബിരിയാണി എന്ന് പറയുന്നത്. ഈ ദൊണ്ണെ ബിരിയാണി വെറും ആളൊന്നുമല്ല കേട്ടോ, ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു ഡിഷാണ്. അതായത് 17th സെഞ്ച്വറിയിൽ മറാത്ത സോൾജിയേഴ്സിൻ്റെ സമയത്ത് പട്ടാളക്കാർക്ക്, സോൾജിയേഴ്സ് അവർക്ക് വിശന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞ് വരുമ്പം ഹെൽത്തി ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പം അവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്നാണ് നമ്മൾ ഹിസ്റ്ററി ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് കേട്ടോ. പിന്നെ ഇത് ബാംഗ്ലൂർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മറാത്ത മന്നാജി റാവു എന്ന് പറയുന്ന ഈ ശിവാജി മിലിറ്ററി ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്ത ആളാണ് 1935. ശിവാജി മിലിറ്ററി ഹോട്ടലാണ് ഇവിടുത്തെ ഫേമസ് ദൊണ്ണെ ബിരിയാണിയുടെ ഹോട്ടൽ. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ബാംഗ്ലൂർ വരുന്നവർ അവിടെ പോകാൻ പറ്റുമെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് പോകണം കേട്ടോ. ഈ ബിരിയാണിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിൽ എന്താ പറയണ്ടേ, ചിക്കൻ, മട്ടൻ, അങ്ങനെ വെറൈറ്റി ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ജീരകശാല പോലത്തെ അരിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ നെയ്യും, അതിൻ്റെ ഒരു നെയ്യുടെ ഒരു ഫ്ലേവർ, പിന്നെ ഇതിൽ സ്പൈസസ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് മറ്റേ കൊറിയാണ്ടർ, ക്യുമിൻ, ജിഞ്ചർ ഗാർലിക് മിക്സ്, പിന്നെ കുറച്ച് മസാലകൾ ഇവർ ഉണ്ടാക്കുന്ന ഇവരുടെ മസാല, പിന്നെ ഗ്രേവിക്കായിട്ട് മിൻറ്റ്. ഇതിൻ്റെ കളറ് വരുന്നത് ഈ മല്ലിയില, പുതിനയില, പച്ചമുളകൊക്കെ അരച്ചിട്ട് അതിൻ്റെ ഒരു കളറാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. അതുകൊണ്ട് വേറെ എന്താ പറയണ്ടേ, വേറെ ഇങ്ങനത്തെ നമ്മുടെ മസാലകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിന് ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ ഒരു കബാബൊക്കെ കിട്ടും കേട്ടോ. ഇതാണ് ആ പ്ലേറ്റ്. എന്ത് ഭംഗിയല്ല അവർ ഉണ്ടാക്കിയേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ബാംഗ്ലൂർ ഇനിയും ഇതൊന്നും കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിയർ ബൈ പ്ലേസിലോ അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ആ ശിവാജി മിലിറ്ററി തന്നെ പോയിട്ട് കഴിക്കാൻ നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്നറിയില്ല, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ കഴിച്ചത് ബേഗൂറുള്ള ഒരു അപ്പൂസ് ബിരിയാണി ദൊണ്ണെ മനേന്നാണ് ഞാൻ കഴിച്ചത്. വെരി ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇനി കഴിച്ചിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യും.